എന്തിനാ ഇങ്ങോട്ട് വന്ന് പലരും ഞാൻ അറിയിച്ചിരുന്നല്ലേ? എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. സുഖം തന്നെയല്ലേ? എന്റെ സുഖാണല്ലോ ഞാൻ ഈ കാണുന്നത്. എനിക്കൊരപേക്ഷയുണ്ട്. ഈ കാത്തിരിപ്പ് അവസാനിപ്പിക്കണം. നീ ഒരു വിവാഹം കഴിക്കണം. മാധവേട്ടാ, ഒന്നും മറക്കാനാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ മറന്നേ പറ്റൂ. ഇല്ല, ഒരിക്കലും മറക്കാനാവില്ല. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് മാധവേട്ടനോടുകൂടി മാത്രമായിരിക്കും. എന്തായി പറയുന്നത്? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന ഒരു പ്രതിയാണ് ഞാൻ. ഇങ്ങനെ പറയൂന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. എന്റെ മനസ്സിന് സമാധാനം കിട്ടാൻ നിനക്കിനി ഇത് മാത്രമേ ചെയ്യാനാവൂ. എല്ലാ നന്മകളും നിനക്കുണ്ടാവും. ഓർമ്മയിൽ പോലും എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ മാധവേട്ടൻ എങ്ങനെ കഴിയുന്നു? ഞാൻ പറയുന്നു, ഒന്ന് കേൾക്കുക. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ശോഭേ, ആശ്വസിപ്പിക്കുന്നതിൽ അർത്ഥമില്ലെന്നറിയാം. എന്നാലും വിധിയെന്ന് കരുതി സമാധാനിക്കുക. ഇത്തിരി പ്രാർത്ഥനയും ദൈവവിചാരം ഉണ്ടെങ്കിൽ മനസ്സിനൊരു ധൈര്യം കിട്ടും. നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറയാം. നിയമത്തിന്റെ പരിധിക്കുള്ളിലുള്ള എന്തു വേണമെങ്കിലും നിനക്ക് ആവശ്യപ്പെടാം. എന്താ വേണ്ടതെന്ന് പറയും മാലി. എന്റെ ഗതിയും ഇത് തന്നെ ആവൂ സാർ. എന്ത് ഭ്രാന്താ താനീ പറയുന്നത്? അരുതാത്ത ഒന്നും സംഭവിക്കില്ല. താൻ ധൈര്യമായിട്ടിരിക്കെ. ഓപ്പൺ. വരൂ. മാതാകുട്ടി മമ്മായിലെ ചെന്നൊന്ന് കാണൂ. അയാൾക്ക് ഇത്രയെങ്കിലും മനസ്സമാധാനം കിട്ടുമെങ്കിൽ. മമ്മാലേ, ഞാൻ പോവാ സാറേ. എല്ലാരും എന്നെ ശപിക്കും. എന്റെ ഉമ്മയും എന്റെ മോളും ഇത്തിരി സ്നേഹം പോലും ഞാൻ അവർക്ക് കൊടുത്തിട്ടില്ല. ഇല്ല മമ്മാലി, മമ്മാലി ആരും ശപിക്കില്ല. ഈ ലോകത്തുള്ള ആരും ശപിക്കില്ല. ഇല്ല സാറേ, ശപിക്കും. ഞാൻ ദുഷ്ടനാ. മമ്മാലി, മമ്മാലി എന്തായി കാണിക്കുന്നത്? സാറേ, നാളെ എന്റെ ഉമ്മ വരും. ഉമ്മ വരുമ്പോ ഡോക്ടർ സാർ അവരോട് പറയണം ഉമ്മയുടെ മോനൊരു പാവമായിരുന്നെന്ന്. എന്റെ മോളോട് സാറ് പറയണം പാപ്പക്കോളെ ഇഷ്ടായിരുന്നെന്ന്. ഒത്തിരി ഇഷ്ടായിരുന്നെന്ന്. പറയാം, ഞാൻ പറയാം. ഈ രാത്രി കഴിഞ്ഞാൽ പിന്നെ ഈ രാത്രിയിനേക്കാളും ഇരുട്ടുള്ള ലോകത്തിലേക്ക് ഞാൻ ഒറ്റയ്ക്ക്. മമ്മാലി, എന്റെ തെറ്റ് പടച്ചോനെങ്കിലും ഓർക്കോ ഡോക്ടറെ? നാരായണ, എണീറ്റേ. മണി 12 അടിക്കുന്നു. ഇനി 5.5 മണിക്കൂറുണ്ട് മമ്മാലിക്ക്. എനിക്ക് ഒത്തിട്ട് ഉറക്കം വരുന്നില്ല. ഞങ്ങൾക്കും പറ്റുന്നില്ല റപ്പായി ചേട്ടാ. കുറച്ച് കഴിഞ്ഞ് ഒരാളെ തൂക്കിക്കൊല്ലുന്ന അറിഞ്ഞാൽ എങ്ങനെ ഉറങ്ങാൻ പറ്റും? എന്റെ കർത്താവേ,
എനിക്കെന്റെ മോളെ ഉമ്മേനെ ഒന്ന് കാണണം. സമയം കഴിഞ്ഞു പോയല്ലോ മമ്മാലി. എന്നെ കൊല്ലുന്നതിന് മുമ്പ് എന്റെ മോളെ ഉമ്മേനെ ഞാൻ ഒന്ന് കണ്ടോട്ടെ സാർ. മൂത്തുമ്മ എന്തിനാ കരയണേ? ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. മൂത്തുമ്മ, ബാബായിനെ ഇന്നെങ്കിലും എനിക്ക് കാണാൻ പറ്റുമോ? കാണാം മോളെ, എന്റെ മോക്കെന്ന് ബാബാനെ കണ്ണു നിറച്ച് കാണാം. മുത്തമ്മ, എന്നെ കണ്ട ബാബ ദേഷ്യപ്പെടുവോ? ഇല്ല മോളെ, ഇനി ബാബ ഒരിക്കലും ദേഷ്യപ്പെടില്ല. മോളാണല്ലേ? അതെ, പാപ്പ വരുമ്പോ കൊടുക്കാൻ ഓറഞ്ച് ആയിട്ട് നിൽക്കുകയാണ്. അല്ല, എന്റെ പൊന്നു മോനെ, എന്റെ പൊന്നു മോനെ, എന്റെ മോനെ എത്തിച്ചു പോയല്ലോ മോനെ, എന്റെ മോനെ, മോനെ. വൈകില്ല.